ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഒരു പടവലങ്ങ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പടവലങ്ങ മീൻ വെപ്പ് എങ്ങനെയാണ് വെക്കാമെന്ന് വെച്ചാൽ ചെമ്മീൻ ഇടണം കേട്ടോ. ചെമ്മീൻ ഇടാണ്ടും മീൻ വെപ്പ് വെക്കാം. പക്ഷേ ഞാൻ ഇന്ന് ഉണക്ക ചെമ്മീൻ ഇടുന്നുണ്ട്. കാരണം ഇവിടെ ഉണ്ടായിരുന്നു, അത് കാരണം ഉണ്ടായി. ഇല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ ഇല്ലെങ്കിലും ഇടാം, ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെമ്മീൻ ഇടുന്നത് സ്കിപ്പ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഗുജറാത്തി ഹിന്ദി ഫ്രണ്ട്സൊക്കെ കാണും. അപ്പോൾ ഇവിടെ അങ്ങനെ മീനൊക്കെ കഴിക്കൽ പൊതുവെ കുറവാണ്. അപ്പോൾ അത് കാരണം അത് ഞാൻ സ്കിപ്പ് ചെയ്യും. പക്ഷേ മലയാളത്തിൽ വർത്താനം പറയുമ്പോൾ ചെമ്മീൻ ഇട്ടു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ളത് നമുക്ക് തക്കാളിക്ക് പകരം കുടപ്പുളി ഇടാം, മാങ്ങ ഇടാം. എനിക്ക് തക്കാളി ഇട്ടതാണ് കൂടുതൽ ഇഷ്ടം. അത് കാരണം തക്കാളി ഇടുന്നത്. പച്ചമാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് 2 പടവലങ്ങ എടുത്തുണ്ട് കേട്ടോ. ഇടത്തരം വലുപ്പമുള്ളത്, അത് കാരണം 2 എടുത്തത്. പിന്നെ ഒരു 5-8 തക്കാളി, കുഞ്ഞി തക്കാളിയാണ് കേട്ടോ. അത് നാടൻ തക്കാളി കിട്ടി, നല്ല മധുരമുള്ളതാണ്. പിന്നെ ഒരു 5-6 സബോള, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി. ഇതാണ് നമുക്കിപ്പോൾ ഒന്ന് അരിഞ്ഞ് ഉപ്പിട്ട് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെക്ക് വീഡിയോ എടുക്കണ കാരണം എനിക്ക് നന്നാക്കണതും ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഈ പടവലങ്ങേറെ ഒന്ന് മുരിയൊക്കെ കളയണം. അതൊക്കെ ഒന്നിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇടാട്ടാ വീഡിയോ. ആദ്യം നമ്മുടെ പടവലങ്ങേനെ ഒന്നിങ്ങനെ ചെരിച്ച് ചെത്തിയെടുത്തോട്ടാ. ഇനി ബാക്കിയുള്ളത് അരിഞ്ഞെടുക്കാം നമുക്ക്. തക്കാളി, സബോള, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി എങ്ങനെയാണോ എരിവ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇപ്രാവശ്യം കിട്ടിയ മുളക് പൊടി ഒരു ചതമുളക് പോലത്തെ കാരണം എരിവ് കുറവാണ്. പിന്നെ മീൻ കറി സ്റ്റൈലൊക്കെ വെക്കുമ്പോൾ ഇത്തിരി അത്യാവശ്യം എരിവ് വേണ്ട കാരണം ഞാൻ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെക്ക് തന്നെ ചെയ്യുന്ന കാരണം അങ്ങനെ ഡയറക്റ്റ് ഒഴിക്കുകയാണ് ഏകദേശം ഒരു കണക്ക്. അതുപോലെ തന്നെ ഒരു 1/2 ബൗള് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായി തിരുമ്മ. നിങ്ങളുടെ നാട്ടിലൊക്കെ തിരുമ്മണേന് എന്താ പറയാന്ന് എനിക്കറിയില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞരടാന്നൊക്കെ. എനിക്ക് ശരിയാണോന്ന് അറിയില്ല, ഞരടാന്ന് തന്നെയാണോന്ന് പറയാം. ഇതൊക്കെ ഒന്ന് ആക്കണത് എന്താ വെച്ചാൽ തിളയ്ക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അങ്ങനെ പറയാന്നുള്ള ഇത് ഒന്ന് കമൻ്റായിട്ട് ഇടണേ. പടവലങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കട്ടെ. അപ്പം ഞാൻ ഒരു മുറി നാളികേരം എടുത്ത് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി നാളികേരം കൊത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പെരിഞ്ചീരകം. ഇത്രയാണ് അരപ്പിന് വേണ്ടത് കേട്ടോ. പാൽ പിഴിഞ്ഞത് ഞാൻ ആദ്യം തന്നെ പിഴിഞ്ഞു എന്ന് മാത്രം. ബാക്കി ഇനി അരപ്പ് അരച്ച് വരാം നമുക്ക്. ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മുടെ ചെമ്മീനൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വെള്ളം നന്നായി വറ്റിയപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു, ചൂടുവെള്ളമേ. അപ്പോൾ അത് കാരണം തിളവ് ഇപ്പോൾ കുറവായിട്ട് കാണുന്നത് കേട്ടോ. പടവലങ്ങയിലേക്ക് ഇടുന്ന നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ചപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് തിളച്ചപ്പോൾ ഞാൻ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തു കേട്ടോ. പടവലങ്ങയും ചെമ്മീനൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പിലേക്ക് ചീച്ചട്ടിയും എണ്ണയൊക്കെ വെച്ച് നമുക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം കേട്ടോ. ചട്ടി വെച്ചു, ചട്ടിയിലേക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ നമുക്ക് ചുവന്ന ചെറുള്ളിയും വേപ്പലയും ഇട്ട് കൊടുക്കാം. ചുപ്പന്നെ ഇട്ടാൽ മതി, കാരണം ഓൾറെഡി ചെമ്മീൻ ഉണക്ക ചെമ്മീനാകുമ്പോൾ ഉപ്പുണ്ടായിരിക്കും. അതുകൂടാണ്ട് കറിയിലും കുറച്ച് ഉപ്പിട്ടുള്ള കാരണം ഉപ്പ് കൂടി പോകണ്ട. മുളകൊക്കെ വാട്ടാൻ വയ്ക്കുമ്പോഴേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വാടി കിട്ടും. എല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും, എന്നുവെച്ചാലും ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. കളറാകുമ്പോഴേ നമുക്ക് നിർത്താട്ട ഗ്യാസ്. അപ്പോൾ ഞാൻ കറി ഇത്തിരി ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി മുളക് കുറവ്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടാണ് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തത്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. നല്ല മീൻ കൂട്ടാൻ വെച്ച നല്ല മണമുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളാം. അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും എനിക്കറിയാം, എന്നാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളാം. സൂപ്പറായിട്ടുണ്ട് കണ്ട. ശരിക്കും ഒരു മീൻ കൂട്ടാൻ കണ്ട പോലെ ഇല്ലേ, നല്ല മണം വരുന്നുണ്ട്. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത്തിരി ഒരു എരിവ് കുറവാണെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ താളിക്കുമ്പോൾ നുള്ളെണ്ണ ഇട്ടത്. കാരണം മീൻ കറി ഇറച്ചിയൊക്കെ ആകുമ്പോൾ ഒത്തിരി എരിവ് മുന്നിൽ നിൽക്കണമല്ല, അത് കാരണമാണ് അങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ താളിക്കുമ്പോൾ ഒന്ന് കളറും കിട്ടും,
അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ താളിക്കുന്ന നേരത്ത് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, അറിയാത്തവരൊക്കെ. അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വെക്കുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുന്നേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.